ഇന്നത്തെ വചനചിന്ത, പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവം. പ്രതിസന്ധി ഏതു തന്നെ ആയാലും പതറരുത്. പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുക. ആരെല്ലാം കൈവിട്ടാലും ദൈവം കൈവിടുകയില്ല. ഭക്തനായ മോശയും ഭക്തനായ യോശുവയും ഭക്തനായ യാക്കോബിൻ്റെയും ഭക്തനായ അബ്രഹാമിൻ്റെയും ജീവിതത്തെ പരിശോധിച്ചാൽ ദൈവത്തെ അനുസരിച്ച് നടന്ന ഭക്തന്മാരാണ് ഇവരൊക്കെയും. ഭക്തനായ യോസഫ് എല്ലാ മേഖലയിലും വിശ്വസ്തനായിരുന്നു. ഭക്തനായ യോബ് വിശ്വാസത്തെ മുറുകെ പിടിച്ചു. ഭക്തന്മാരൊക്കെയും ദൈവത്തെ പ്രതിസന്ധിക്കകത്ത് അനുസരിച്ചു. ദൈവം പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്നു. ഭക്തനായ അബ്രഹാമിൻ്റെ അരികിലേക്ക് മോറിയാം മലയിൽ ഇറങ്ങി വന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, പ്രതിസന്ധിയുടെ നടുവിലാണോ താങ്കൾ? തക്ക സമയം ദൈവം താങ്കൾക്ക് വേണ്ടി ഇറങ്ങി വരും. തക്ക സമയം ദൈവത്തിൻ്റെ കരം താങ്കൾക്ക് വേണ്ടി ചരിക്കും. ഭക്തനായ മോശയെ അനുഗമിക്കുന്ന ജനലക്ഷങ്ങളുണ്ടായിരുന്നു. കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ അടയപ്പെട്ടത് ചെങ്കടലായിരുന്നു. ഭക്തനായ മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുമ്പോൾ മുന്നിൽ ചെങ്കടൽ കണ്ടപ്പോൾ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. എന്നാൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വചനം ഇപ്രകാരം വായിക്കുന്നു: ഭക്തനായ മോശ വിളിച്ചു പറഞ്ഞു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ലോകം ഉള്ളിടത്തോളം യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും. അവയൊന്നും കർത്താവിൽ വിശ്വസിക്കുന്നവരെ തളർത്തുകയില്ല. കാരണം അവർ ഒന്നറിയുന്നു, ഈ ലോകം അവരുടേതല്ലെന്നും ദൈവം അവർക്കായി ആർക്കും തകർക്കാൻ കഴിയാത്ത സ്വർഗഭവനം ഒരുക്കിയിട്ടുണ്ടെന്നും. ലോകത്തിൽ സംഭവിക്കുന്നത് സംഭവിക്കും, എന്നാൽ കർത്താവിൻ്റെ മടങ്ങിവരവിനായി നോക്കി പാർക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും. കർത്താവിൻ്റെ ആത്മാവുള്ളവൻ ആത്മാവിനായി സംസാരിക്കുന്നു, ലോകത്തിലുള്ളവൻ ലോകത്തിനായി സംസാരിക്കുന്നു. ഒരു ദൈവവേദൽ ലോകത്തെ വെറുത്ത് ആത്മാവിൽ ബലപ്പെടണം, ആത്മാവിൽ ജീവിക്കണം. ദൃശ്യമായി കടന്നു വരുന്ന പ്രതിസന്ധിയെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കണം. വിശ്വാസത്തോടുകൂടി എന്ത് ചിന്തിക്കുന്നുവോ, വിശ്വാസത്തോടുകൂടെ എന്ത് പറയുന്നു, അത് താങ്കളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്തു പറയുന്നോ അത് തന്നെ സംഭവിക്കും. മുന്നിൽ കാണുന്ന പ്രതികൂലമാകുന്ന കാറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുക. കാറ്റിനെ ശാസിച്ച കടലിനെ ശാന്തമാക്കിയ കർത്താവ് യേശു ക്രിസ്തു താങ്കളുടെ കൂടെയുണ്ട്. വിശ്വാസത്തോടു കൂടെ മലയെ നോക്കി കൽപ്പിച്ചാൽ അവ സമുദ്രത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അവ സംഭവിക്കും. ഹൃദയത്തിൽ സംശയം കൂടാതെ പറയുക, അത് അങ്ങനെ തന്നെ സംഭവിക്കും. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി കടന്നു വന്നാലും താങ്കളെ കരം പിടിച്ച് നടത്തുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ട്. പ്രതിസന്ധിക്കകത്ത് മനുഷ്യർ കൈവിടാം, പ്രതിസന്ധിക്കകത്ത് ദൈവം കൈവിടത്തില്ല. പകുതി വഴിയിൽ നമ്മെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിലാക്കി. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ അടച്ച് മുദ്ര വച്ചാലും കൈകാലുകൾ ചങ്ങലക്കിട്ടാലും ആരാധനയും പ്രാർത്ഥനയും സ്തുതിയും അപ്പോസ്തലനായ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും വായിൽ നിന്ന് ചലിച്ചപ്പോൾ, പൗലോസിൻ്റെയും ശീലാസിൻ്റെയും അധരം ചലിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, അവർ ദൈവസ്ഥനിൽ ആരാധിച്ചപ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. ആ സാന്നിധ്യത്തിന് മുൻപിൽ ചങ്ങലകൾ അഴിഞ്ഞു. അടഞ്ഞ വാതിലുകൾ തുറന്ന് തൻ്റെ ഭക്തന്മാരെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഇന്നും ആരാധനയുടെയും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും മുൻപിൽ മതിലുകൾ ഇടിയും. സ്തോത്രത്തിൻ്റെ മുൻപിൽ അടയപ്പെട്ട വാതിലുകൾ തുറക്കും. സ്തോത്രത്തിൻ്റെ മുൻപിൽ ചങ്ങലകൾ അഴിയും. കോട്ടകൾ തകരും, ബാധകൾ ഒഴിയും, ഭൂതങ്ങൾ പുറത്താകും, അടയപ്പെട്ട വാതിലുകൾ തുറക്കും. ഏത് പ്രതിസന്ധിക്കകത്തും ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളുടെ കൂടെയുണ്ട്. ഹാഗർ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, പ്രതിസന്ധിയുടെ നടുവിലാകുമ്പോൾ, ഹാഗറെ എന്ന് ദൂതൻ ഹാഗറിനോട് ഇറങ്ങി വന്ന് സംസാരിച്ചുവെങ്കിൽ, ബാലൻ്റെ നിലവിളി കേട്ട് മറഞ്ഞിരുന്ന ഉറവയെ വെളിപ്പെടുത്തിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന താങ്കൾ പ്രതിസന്ധിയിലാണോ? താങ്കൾക്ക് വേണ്ടി ദൈവം ഒരു ഉറവയെ തുറക്കാൻ പോകുന്നു. ക്രിസ്തുവാകുന്ന ഉറവ താങ്കളുടെ മുൻപിൽ തുറക്കപ്പെടുമ്പോൾ ദൈവം തുറക്കുന്ന ഉറവയെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല.
ഈ നാളുകളിൽ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വരുന്ന കർത്താവിൽ നോക്കുക. മാനുഷികമായ മുഖമോ മാനുഷികമായ ശബ്ദത്തിനോ ചെവി കൊടുക്കാതെ ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.